ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പർപ്പിൾ ഗ്ലിംസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ +1 ചെയ്ത മിസ്റ്റേക്സ്, സോ ദാറ്റ് യു ഗായ്സ് ഡോണ്ട് ഹാവ് ടു മേക്ക് ദ സെയിം മിസ്റ്റേക്ക്. ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് ജനറലി ഞാൻ കൊമേഴ്സ് ആസ്പെക്റ്റിലായിരിക്കും പറയാം, പക്ഷെ എന്നാലും ജനറലി എല്ലാവർക്കും യൂസ് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. +1 ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഭയങ്കര ടഫുള്ള, ലൈക്ക് പഠിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സിലബസ് അല്ല ഒരു സബ്ജക്റ്റിലും. പക്ഷേ ഈ ഒരു കൂടുതലും ആൾക്കാർക്ക് +1 +2 ഭയങ്കര പ്രശ്നമാവാനുള്ള 2 റീസൺ ആണ് ഉള്ളത്. ദിസ് ഈസ് വാട്ട് ഐ തിങ്ക് ഇസ് ദ റീസൺ. ഒന്നാമത് നമ്മളെ ഏജും ആ സമയവും നോക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സമയമാണ്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ പുതിയ സ്കൂളൊക്കെ പോയി ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് നമ്മളിങ്ങനെ മിങ്കിൾ ആവാനാണ് ആദ്യത്തെ സിലബസ് യൂസ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഹാർഡ്. രണ്ടാമത്തത് ഇതേപോലെ പുതിയ എൻവയോൺമെന്റും ആൾക്കാരും എല്ലാം ആയതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ലൈക്ക് സ്കൂൾ ഡ്രാമാസ് ഉണ്ടാവും, കുറേ പുതിയ പുതിയ സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും. സോ അങ്ങനെയുള്ള കുറേ റീസൺ കൊണ്ട് ആണ് നമുക്ക് ഇത് ടഫായിട്ട് അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് കോൺസെൻട്രേഷനും ഇൻട്രസ്റ്റും കിട്ടാത്തതുകൊണ്ട്. ഓൾസോ +1 എത്തുന്ന സമയത്ത് മെയിനായിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, ലൈക്ക് പഠിക്കണമെന്നും കളിക്കണമെന്നും ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നോർമലായിട്ട് ആഗ്രഹം ഉണ്ടാവുക ലൈക്ക് എനിക്ക് പഠിക്കാൻ വേണം, പക്ഷെ എനിക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കുക വേണം. അപ്പോൾ പക്ഷെ നമുക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതിൽ എനിക്ക് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തത് ഞാൻ ട്യൂഷനിൽ വെച്ച് തുടങ്ങാം. ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്യുന്നത് സെപ്റ്റംബർ ലാസ്റ്റിലേക്കുള്ള സമയത്താണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒക്ടോബറോ, സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് ആ ഒരു സമയത്താണ്. ലൈക്ക് ഓണം എക്സാം കഴിഞ്ഞപ്പോഴാണ് സിലബസും ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ പോയത്. ഞാൻ ഇനീഷ്യലി വിചാരിച്ചത് +1 അല്ലേ, ലൈക്ക് +2ന്റെ മാർക്കല്ലേ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് +2 ട്യൂഷൻ പോകാമെന്നായിരുന്നു. +1 എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് ഡിസിഷൻ. ഇനി ഞാൻ എന്തായാലും ട്യൂഷന് പോകണം അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ ഒന്നെങ്കിൽ നമ്മൾ ട്യൂഷന് പോകണം, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സ്കൂളിലെ ക്ലാസ്സസ് ഫോളോ ചെയ്ത് പോകണം. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ മേ ബി എൻ്റെ സ്കൂൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ ജനറലി ഇങ്ങനെയാണ് കുട്ടികൾ പറയുന്നത് കേൾക്കല്. ലൈക്ക് സ്കൂളിലെ ക്ലാസ്സസ് മാത്രം ഫോളോ അപ്പ് ചെയ്ത് പോകാൻ കുറച്ച് പാടാണ്. ലൈക്ക് നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്തായാലും ഹൈസ്കൂൾ പോലെയല്ല ഹയർ സെക്കൻഡറി. നമുക്ക് ആദ്യം ക്ലാസ്സസിൽ കിട്ടിയ ഒരു സ്പെഷ്യൽ അറ്റൻഷനും ശ്രദ്ധയും ഒന്നും കിട്ടൂല. ലൈക്ക് ഓരങ്ങ് എടുത്തു പോകാനാണ് ചെയ്യുക. ആൻഡ് ഓൾസോ ക്ലാസ്സസിൽ കൂടുതൽ കുട്ടികൾക്കും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ടീച്ചേഴ്സ് അതിനനുസരിച്ചായിരിക്കും ക്ലാസ് എടുക്കുക. സോ നമുക്ക് നല്ലോണം മനസ്സിലാവണമെന്നില്ല. ആൻഡ് ഓൾസോ നമുക്ക് ബോറടിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അതിനനുസരിച്ചല്ലേ എടുക്കൂ. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ആണ് നല്ലത്. ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷേ എക്സാമിൻ്റെ തൊട്ട് മുന്നുള്ള സമയത്ത് ഞാൻ കൂടുതൽ യൂട്യൂബ് ലൈവാണ് കണ്ടത്. കാരണം വൺ ഷോട്ട് വീഡിയോ ആയിരിക്കുമല്ലോ കുറച്ചുകൂടി അപ്പോൾ കാണുന്നത് നല്ലത്. ആപ്പിലെ ക്ലാസ് കുറച്ചുകൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നമ്മളത് ലൈക്ക് ഈ ഒരു കൊല്ലം നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് നല്ലത്, ഷോർട്ടായിട്ടെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നതിനെ കാട്ടും. ആൻഡ് ഓഫ്ലൈനിൽ പോകണമെന്ന് ഒരിക്കലും നിർബന്ധം പറയില്ല, നമുക്ക് വേണമെങ്കിൽ പോയാൽ മതി. പക്ഷെ ഒരു ഓൺലൈനിലെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. എനിക്ക് ഓൺ എക്സാമിന്റെ മാർക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്നാലും അത് അന്നേരം കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ എക്സാമിന്റെ തലേ ദിവസം എന്തൊക്കെയോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല മാർക്ക് കിട്ടി. പക്ഷെ പിന്നെ എനിക്ക് ഈ ട്യൂഷൻ ചേർന്ന സമയത്ത് ഫസ്റ്റ് സിലബസ് ലൈക്ക് ഫസ്റ്റ് ടേമിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കേണ്ടി വന്നു അലോങ് വിത്ത് സെക്കൻഡ് ടേം. അതുകൊണ്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് എങ്ങനെയാ സിലബസ് കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. സോ ഫസ്റ്റ് തൊട്ടേ വൃത്തിക്ക് പഠിച്ചു പോകുന്നതാണ് നല്ലത്. ആൻഡ് +1ന്റെ ബാക്കിയാണ് +2 ഉണ്ടാവുക. സോ ബേസ് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായില്ല. സോ ഞാൻ ജൂണിന്റെ ലൈക്ക് മെയ് അവസാനം റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ +1ന്റെ സിലബസ് ജസ്റ്റ് നോക്കി തുടങ്ങിയത് യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ട്. അതിനുശേഷം ജൂണില് ഞാൻ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്, ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ട്, ആൻഡ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്ത് പഠിക്കാൻ നോക്കുവാണെങ്കിൽ കുറേ ചാപ്റ്റർ ഉള്ളതല്ലേ, അതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് അറിയും, അത്ര ഉണ്ടാവും.
ആൻഡ് അവിടെയാണ് നമുക്ക് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഹെൽപ്പ് ആവുക. കാരണം നമുക്ക് ഒരു പഠിപ്പിച്ചു തരില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഇതൊക്കെയാണ്. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം പഠിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ചിലവർക്ക് നടക്കുന്നുണ്ടാവും. ഈ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മാർക്ക് +1 പെട്ടെന്നൊന്നും കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ക്വിറ്റ് ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധി പെട്ടെന്ന് കുറഞ്ഞോയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടല്ല നമ്മളെ മാർക്ക് പെട്ടെന്ന് കുറയുന്നത്. ദർ ആർ അതർ ഫാക്ടേഴ്സ് ആസ് വെൽ. ഒന്ന്, ഈ പുതിയ പാറ്റേൺ ആയിട്ട് നമ്മൾ ഇതായി വരണം. 2, ഇപ്പോൾ കൊമേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൊമേഴ്സ് എടുത്ത സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ലേനു. ഇപ്പൊ ഞാൻ സയൻസ് ആയിരുന്നു എടുത്തതെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, കെമിസ്ട്രി എന്ന് വെച്ചാൽ കാണാൻ ഇങ്ങനെയാണ്, ഫിസിക്സ് എന്ന് വെച്ചാൽ കാണാൻ ഇങ്ങനെയാണ്, ലൈക്ക് കാണാൻ മീൻസ് മനസ്സിലായല്ലോ. ഓക്കെ, ഈ സബ്ജക്റ്റ് ഇങ്ങനെ കാണുണ്ടാവുക എന്നുള്ളൊരു ധാരണ. പക്ഷെ കൊമേഴ്സ് എടുത്ത സമയത്ത് എനിക്ക് ഒട്ടും ധാരണ ഉണ്ടായില്ല. എന്ത് അക്കൗണ്ടൻസി, എന്ത് ബിസിനസ്, എന്ത് എക്കണോമിക്സ്, ഇതിനകത്ത് എന്താണുള്ളതെന്നുള്ള ഒരു ഇതും ഇല്ലേനും. സോ അതാണ് എനിക്ക് ഒരു റീസൺ. ലൈക്ക് അതും കൂടി മനസ്സിലാക്കി വരാൻ കുറച്ച് ടൈം എടുത്തു. ലൈക്ക് ഈ സബ്ജക്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക, ആ സാധനം പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയാണ് അത് പഠിക്കുക. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലാക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായത്. ആൻഡ് ഇപ്പോൾ സയൻസ് ആണെങ്കിലും സയൻസിൽ നമുക്കൊരു മുൻധാരണ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഭയങ്കര ഹൈ ലെവൽ സാധനങ്ങളാണല്ലോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പക്ഷെ അതുമായിട്ട് നമ്മളൊരു ധാരണയിൽ എത്തി വരാൻ വേണ്ടി ക്രിസ്മസ് എക്സാം വരെ സമയം എടുക്കും. സോ മേ ബി നമ്മളെ മാർക്ക് കുറയാൻ സാധ്യത ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ, ജസ്റ്റ് ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം +1 കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലൈക്ക് എന്തായാലും ഫൈനൽ എക്സാമിന് നമ്മൾ പഠിക്കുമല്ലോ, അപ്പോൾ മനസ്സിലാവും ഇത് ഇത്രയൊക്കെ ഉള്ളതിനോ ഞാൻ കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് +2 ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് ഡോണ്ട് ഗിവ് അപ്പ്, ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ +1 നമുക്ക് നമ്മളെ മാക്സിമം കപ്പാസിറ്റി റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലൈക്ക് നമ്മളെ മാക്സിമം അന്നേരമുള്ള നമ്മളെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എനഫ്. ബാക്കി നമുക്ക് +2 കവർ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ +1 ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ കുറേ ലീവ് എടുത്തിട്ടുണ്ട്. കുറേ മീൻസ് എൻ്റെ അറ്റൻഡൻസ് ബെയർലി മെയ്ഡ് ഇറ്റ് ടു 75%. കാരണം എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷെ +1 അതങ്ങനെ ആയിപ്പോയി. ഈ +2 അത്രയ്ക്ക് ലീവ് എടുക്കണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ +1 എടുത്ത ലീവ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഒരാഴ്ചത്തെ ലീവ് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എടുക്കേണ്ടി വന്നു. അതിനുശേഷം ക്ലാസ് പോയാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ട്യൂഷനും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതും കൂടി കുറഞ്ഞേരം ഫുൾ അങ്ങ് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ക്ലാസ് പോകാൻ തുടങ്ങി. പിന്നെ ഒക്ടോബറിലെത്തിയ സമയത്ത് ട്യൂഷൻ ജോയിൻ ചെയ്തു. ഞാൻ കുറേ ക്ലാസ്സസ് കവർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ടേമിൻ്റെ സിലബസും പഠിക്കാനുണ്ട്, സെക്കൻഡ് ടേമും ഉണ്ട്. അതിൻ്റെ കൂടെ ക്ലാസ്സിൽ പോയിട്ട് വലിയ ഉപകാരം ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. കാരണം ക്ലാസ്സിൽ എടുക്കുന്ന എന്തായാലും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ലീവ് എടുത്തു. സോ ദാറ്റ് ഐ കുഡ് ഫോക്കസ് ഓൺ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാനും എനിക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ വീട്ടിലിരുന്നിട്ട് ക്ലാസ്സസ് ഒക്കെ കവറപ്പ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു കാരണം അത് ഞാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് ഏകദേശം എല്ലാം കവറപ്പ് ചെയ്തിട്ട് എൻ്റെ മാക്സിമം എനിക്ക് അവിടെ ഇടാൻ പറ്റിയത്. സോ ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. പിന്നെ സ്കൂളിൽ പോയിട്ട് വലിയ കാര്യമില്ലേനു. പക്ഷേ എനിക്ക് ക്ലാസ് എടുക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈവൻ തോ സ്കൂൾ വാസ് ബോറിങ് ഐ വുഡ് ഹാവ് ഗോൺ. സോ +2 എനിക്ക് ആദ്യം ഒന്നും തീരെ ഗ്യാപ്പ് ഇടാണ്ട് വൃത്തിക്ക് ഫോളോ അപ്പ് ചെയ്ത് നോട്ട്സ് ആൻഡ് ക്ലാസ്സസ് ഫോളോ അപ്പ് ചെയ്ത് പോകണം. ഈവൻ തോ ക്ലാസ്സസ് മൈറ്റ് ബി ബോറിങ്. അതാണ്, ഈവൻ തോ ക്ലാസ്സസ് ആർ ബോറിങ്, പ്ലീസ് ലിസൺ ടു ഇറ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു അ ലോട്ട്. ആൻഡ് ഇപ്പോൾ കൊമേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിസിനസ്, എക്കണോമിക്സ് +1 എക്കണോമിക്സും ബിസിനസ്സും സിമ്പിളാണ്. എൻ്റെ അഭിപ്രായത്തിൽ സിമ്പിളാണ്. പക്ഷെ ബിസിനസ് കുറേ പേര് കമൻസിൽ പറഞ്ഞിരുന്നു ടഫാണ്. പക്ഷെ എനിക്ക് ബിസിനസ് ആക്ച്വലി ഭയങ്കര സിമ്പിളായിരുന്നു. ഞാൻ എക്കണോമിക്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ മാത്സ് എനിക്ക് തീരെ അറിയില്ലേനും, പിന്നെ അക്കൗണ്ടൻസി അറിയില്ലേനും. സോ അത് കവറപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചാൽ എനിക്ക് എക്കണോമിക്സ് അത്യാവശ്യം അറിയാമല്ലോ, അപ്പോൾ എക്കണോമിക്സ് അവിടെ വെച്ച്. പക്ഷെ അവസാനത്തേക്ക് എക്കണോമിക്സിൻ്റെ എക്സാമിന് ഒരു ദിവസത്തെ ലീവ് ഉള്ളതിനും അന്ന് എനിക്ക് സുഖമില്ലേനും. അതുകൊണ്ട് എക്സാം അത്ര നല്ല രീതിയിൽ പോയില്ല. ലൈക്ക് ജനറലി പറയുകയാണെങ്കിൽ എക്കണോമിക്സും ബിസിനസ്സും ക്ലാസ്സിലിരുന്നിട്ട് കേട്ട് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. ആൻഡ്
പിന്നെ സ്റ്റഡിയിങ് ഫ്രം ഹോം ഇസ് ബെറ്റർ. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ലൈക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലാവണമെന്ന് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെക്സ്റ്റ് വായിച്ചോട്ടെ, എന്നിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം ക്ലാസ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ടീച്ചർ പറയുന്നത് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ട്യൂഷൻ ഉണ്ടെങ്കിൽ അതാണല്ലോ സംഭവിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ടീച്ചർ പറയുന്നത് കൂടി ക്ലാസ് നിന്ന് കേൾക്കുന്ന സമയത്ത് ഫുള്ള് കണക്ട് ആയിട്ട് ഇറ്റ് ഹെൽപ്സ് ബെറ്റർ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാണ്ടിരുന്നത്. ഞാൻ ഇത്രയും കൊല്ലം സ്കൂളിൽ പോയാൽ ഐ മെയ്ഡ് ഷുവർ ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ്. ലൈക്ക് എനിക്കൊരു വിവരം വന്ന സമയം തൊട്ടേ ലൈക്ക് ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് ദിവസം പഠിക്കലില്ല, പക്ഷെ എന്നാലും ക്ലാസ്സിൽ ഇരിക്കുകയാണോ എന്തായാലും ക്ലാസ്സിലിരിക്കണം. സോ ഇരിക്കുകയാണെങ്കിൽ ഐ വിൽ പേ അറ്റൻഷൻ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്കുള്ളത്. പക്ഷേ +1 ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ തീരെ അറ്റൻഷൻ കൊടുക്കാണ്ടായി. പിന്നെ അതൊരു ഹാബിറ്റായിപ്പോയി. ലൈക്ക് ഞാൻ ക്ലാസ് കിടന്ന് ഉറങ്ങലായിരുന്നു. ക്ലാസ്സിലിരുന്ന് ഞാൻ സംസാരിക്കലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ക്ലാസ് കിടന്ന് ഉറങ്ങലായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ലൈക്ക് ഈവൻ ദോ ഈ ഗ്യാപ്പ് ഉണ്ടായിട്ടും ഞാൻ അവിടെ ലിസൺ ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ എന്തായാലും സ്കൂളിൽ പോകണം. സോ വി മൈറ്റ് ആസ് വെൽ ലിസൺ സോ ദാറ്റ് അവസാനം എത്തുമ്പോൾ എന്തായാലും വി വിൽ ടാങ്ക് അവർ സെൽഫ് ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് എത്ര ക്ലാസ് മനസ്സിലാകുന്നില്ല, ബോറിംഗ് ആണെന്നൊക്കെ വെച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടാവും ആൻഡ് അത്രയും ലോഡ് കുറയും. ഓൾസോ ക്ലാസ്സിൽ കോൺസ്റ്റന്റ്ലി അറ്റൻഷൻ കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കോൺസെൻട്രേഷൻ ലെവൽ നാച്ചുറലി കുറയും. പിന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരും. പിന്നെ മാത്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. +1 മാത്സിനെ കൊണ്ട് ഞാൻ എത്ര ബുദ്ധിമുട്ടിക്കുന്നറിയോ. ഞാനിപ്പോൾ കൊമേഴ്സ് വിത്ത് മാത്സ് എടുത്തത്. ലൈക്ക് ഞാൻ വേറെ ഒരു സ്കൂളിലും കൊടുത്തിട്ടില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് കൊടുക്കണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, പക്ഷെ ആ സ്കൂളിൽ മാത്സ് ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്സും എടുത്ത് സ്കൂളിൽ പോയതാണ്. പക്ഷെ എന്നാലും +1 എനിക്ക് മാത്സ് ഭയങ്കര മീൻസ് അത് തുടക്കത്തിലെ ആ ഒരു ഇത് കൊടുക്കാത്തതുകൊണ്ട് മാത്സ് എന്നെ കൊണ്ട് പറ്റുന്നില്ലേ. പക്ഷേ ഞാൻ പിന്നെ ലൈക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എഫേർട്സ് ഇട്ടത് അക്കൗണ്ടൻസി മാത്സിന്. കാരണം ഞാൻ ഏറ്റവും ബിഹൈൻഡ് ആയിട്ടുള്ളത് അതിൽ 2 ലൈക്ക് സിലബസ് കവർ ചെയ്യാനുള്ളതിൽ. അപ്പോൾ അതിന് ശേഷം എക്സാം ആകുമ്പോഴേക്കും മാത്സ് ആക്ച്വലി എല്ലാം ഏകദേശം പഠിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ പഠിച്ചതെല്ലാം ഞാൻ വൃത്തിക്ക് പഠിച്ചിരുന്നു. ആൻഡ് മാത്സ് വാസ് ലൈക്ക് ഇനീഷ്യലി നമുക്ക് +1 മാത്സ് ഭയങ്കര ടഫാന്ന് തോന്നും. പക്ഷേ നമ്മൾ ലൈക്ക് വി വിൽ ഫീൽ സ്റ്റൂപ്പിഡ് സ്റ്റഡിങ് ദാറ്റ്. പക്ഷെ നമ്മൾ ഈ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റിയലി മാനേജബിൾ. ഇറ്റ് മൈറ്റ് ഈവൻ ബി ഈസി. ബട്ട് യെസ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ പറയുന്നതിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആൾക്കാരുണ്ടാവും. ദിസ് ഇസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. ഇപ്പോൾ കമന്റ് സെക്ഷനിൽ ചില ആൾക്കാർ പറയും +1 മാത്സോ ടഫാന്ന് തോന്നാനോ, എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല, അതൊക്കെ എന്ത് ഈസിയാണ് അങ്ങനെ പറയും. പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. കൊമേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് അക്കൗണ്ടൻസിൻ്റെ കാര്യത്തിലാണ്. കാരണം ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേയും ലൈക്ക് തുറന്ന ഒരു മാസം ഏറ്റവും കൂടുതൽ എഫേർട്സ് ഇട്ട അക്കൗണ്ടൻസിയാണ്. സോ എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാനും അതിന് ശേഷമാണ് എനിക്ക് അക്കൗണ്ടൻസി മൊത്തം കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി ഈസിയാന്നല്ല, ലൈക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഓൾസോ 9 ചാപ്റ്ററേ ഉള്ളൂ. ആൻഡ് അതിൽ തന്നെ 3-4 ഭയങ്കര ചെറിയ ചാപ്റ്ററാണ്. സോ ഐ കുഡ് ഹാവ് സ്കോർഡ് റിയലി റിയലി വെൽ ഇൻ അക്കൗണ്ടൻസി. പക്ഷേ ജസ്റ്റ് ബിക്കോസ് some reason I couldn't. Like അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും അക്കൗണ്ടൻസിയിൽ. പക്ഷെ എന്നാലും you could score better. And also അക്കൗണ്ടൻസിയിലെ ബേസ് എന്ന് വെച്ചാൽ ലൈക്ക് സ്ട്രോങ് ഒരു ബേസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ ഇറ്റ് ലിറ്ററലി സേവ്സ് യു എ ലോട്ട് ഓഫ് ടൈം. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഹാവ് എ റിയലി റിയലി ഗുഡ് academic year this year and you can do it. No matter how hard things get, you can do it. If there is somebody out there who can do it, it's you. ഇതാരാ പറഞ്ഞേ? ഞാൻ തന്നെ.